എന്നാലും നീ എത്ര നാളെങ്ങനെ മറച്ച് വെക്കും എന്ന് എനിക്കറിയണമായിരുന്നു. പേടിക്കണ്ട, ഫസ്റ്റ് ഞാൻ നിന്റെ മറ്റവളെയാണ് പൊക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ പെണ്ണുകളെ നാടകം. ഇനി അത് ഓർത്തോണ്ട് ഇവിടെ ഇരിക്കാതെ എന്റെ പൊന്നു ചേട്ടൻ പോയി കിടന്നിറങ്ങാൻ നോക്ക്. എന്റെ ദേവിയെ, ഇവക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്ന. ഒരു കെട്ടിയനുണ്ടെന്ന് പറയാൻ എവിടെയെങ്കിലും പോയി കിടക്കുക. എന്നെ ഒന്ന് സഹായിക്കാൻ ഒരു മനുഷ്യരില്ലേ ഈ വീട്ടില്? അമ്മ, എനിക്ക് വല്ലതും താ അമ്മ, എനിക്ക് വിശന്നിട്ടും വയ്യ, കണ്ണ് കാണാനേ വയ്യ. എന്റെ പൊന്ന്, നീ കിടന്ന് ചാവാതാ. ആദ്യം നീ പോയി പല്ല് തേക്ക്, എന്നിട്ട് നീ പോയി ലേഔട്ട്. വന്ന നീ ഇതെവിടെയായിരുന്നു മക്കളെ? നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ആ അമ്മ, ഇന്ന് പോണ്ട, നാളെ ട്രിപ്പല്ലേ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ലീവ് എടുക്കാൻ വിചാരിച്ചു. എന്തിനാണ് എന്നും പോകുന്നത്? പിന്നെ ഇവളെന്തിനാ രാവിലെ കുറ്റിയും പറഞ്ഞു ഉണർന്നിരിക്കുന്നേ? ഉണ്ടല്ലോ, ഒരു കാര്യവുമില്ലാണ്ട് ഞാൻ അങ്ങനെ എനിക്ക് നിൽക്കാറില്ലല്ലോ. ഇന്ന് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാള് വരുന്നുണ്ട്. അത് മാത്രമല്ല, ചേട്ടനും വളരെ പ്രിയപ്പെട്ട ഒരാൾ വരുന്നുണ്ട്. ആര്? അജു? അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അവൻ ഇന്നലെ വിളിച്ച പറഞ്ഞായിരുന്നു. പക്ഷെ ഇന്ന് അല്ല. ഇപ്പോ അജു മാത്രമേ വരുന്നുള്ളോ? അതോ അദ്വിക കുക്കി വരുന്നില്ലേ? അയ്യോ, പെട്ടു. കുക്കി വരുന്നുണ്ട്. ചേട്ടനങ്ങനെ കുക്കി നല്ലല്ലോ വിളിക്കാറ്. അത് പോട്ടെ, പിന്നെ അവള് മാത്രല്ല, അജയ് സാറും വരുന്നുണ്ട്. ഓ, അങ്ങനെയായിരുന്നല്ലേ. ഞാൻ അതൊരു ഇതിന് ചോദിച്ചതാ. അതിനെന്താ, ആരും നിൽക്കാൻ വരട്ടെ. അവ എന്നോട് പറഞ്ഞില്ലായിരുന്നു. ഓ, അത്രയുള്ള വല്ല പ്രേമവും വല്ല ആണോ? ഒന്ന് എണീറ്റ് പോടി മഹാഭാവി. അമ്മ, ഞാൻ പോണേ. കുറച്ച് ദിവസം നീ ശ്രദ്ധിക്കുക. എന്തോ പറ്റിയിട്ടുണ്ട് അമ്മ. എന്തോ ഒരു കള്ളത്തരം ചേട്ടനെടുത്ത് മണക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. നമ്മൾ കണ്ടുപിടിക്കണ്ടേ അമ്മ? പിന്നെ കണ്ടുപിടിക്കണ്ടേ തന്നെ. അവന്റെ എല്ലാ കള്ളത്തരം നമുക്ക് ഇന്നത്തോടെ കണ്ടുപിടിക്കണം. ഓക്കെ? യെസ് ഡാർലിംഗ്. എന്റെ രണ്ടു മക്കളും അവിടെ ഒന്ന് നിന്നേ. ഈ അമ്മ പറയോടെ കേട്ടിട്ട് പോ. എന്തുവാ അമ്മേ? കുന്തുവാ അമ്മേ, നിന്നെ ഓരോടത്ത് പറഞ്ഞു വിടുന്നത് ഞാൻ പേടിച്ചാണ് ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. കൊച്ചു പിള്ളേരെ പിന്നെയും ഇതിനപ്പുറം പറഞ്ഞു വിടാം. രണ്ട് മുഴുക്ക് കാള, ഒന്നിന് 28 വയസ്സ്, പോട്ടെ, ഒന്നിന് 19 വയസ്സ്. 28 വയസ്സുള്ള 8 വയസ്സിന്റെ കളിയും 19 വയസ്സുള്ളവരും 1 വയസ്സിന്റെ കളിയാണ് ഇവിടെ കണ്ട് കാണിക്കുന്നത്. ഇവിടെ കിടന്ന് അലുമ്പ് കാണിക്കുന്ന പോലെ മറ്റുള്ളവരെ വീട്ടിൽ പോയി വല്ലതും കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ ഇവിടെ നിന്ന് തമ്പും വെട്ടിക്കൊണ്ട് ഞാൻ വരും. കൊച്ചിനെ നല്ലോണം നോക്കിക്കോണം. നീ കറങ്ങി അടിച്ച് നടക്കുമെങ്കിൽ. അറിയാലോ, അത് തന്നെ എന്റെ കൂട്ടുകാരന്റെ വീടാണ്. നിനക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ പറയുക, അലുമ്പുണ്ടാക്കരുത്. ഞാൻ തൊഴുവാം. പിന്നെ എന്റെ കൊച്ചിനെ നീ നോക്കിക്കോണം കേട്ടല്ലോ. പിന്നെ അവളെ നോക്കാൻ ഞാൻ ഇവിടെ ഇരിക്കില്ലേ. ഇതിനും വലുത് എന്ത് വേണം? അച്ഛൻ ധൈര്യമായിട്ട് ഇരിക്കേ. എന്റെ അമ്മേ, എന്നെ നോക്കാൻ അമ്മ ഇവനോടാണോ പറഞ്ഞേക്കുന്നേ? എന്നെ നോക്കാൻ എനിക്ക് പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ഇവനെ നോക്കിക്കൊണ്ടാ മതി. ഇവനെ ഞാൻ നോക്കേണ്ടി വരും. തമാശ തമാശ തമാശ. അമ്മ, അച്ഛൻ എന്നാണ് അങ്ങോട്ട് പോവേണേ. പോയിട്ട് വാ. സൂക്ഷിച്ചൊക്കെ പോയിട്ട് വരണ്ടും കൂടെ. അമ്മേ, അവര് വന്നിട്ടോ, ഞാൻ പോവാണേ. എന്റെ പൊന്നാടി, മാറി നിക്കടി പൂതനെ. എന്റെ അളിയാ, എന്റെ പൊന്നളിയാ. അയ്യോ, കയ്യിന്ന് വിടടാ പട്ടി തെണ്ടി തെറ്റി നാറി ബോട വിട്ടിട്ട്. എന്റെ അളിയാ, എനിക്കിപ്പോഴാണ് ആ നരകത്തിൽ നിന്നൊന്ന് ഓടി സമാധാനം കിട്ടി. ഇറങ്ങിയപ്പോ തന്നെ അമ്മ ഒരു 200 പേജിലെ ക്ലാസ് എടുത്തിട്ടാ വിട്ട്. എന്റെ അമ്മയെ, ഞാൻ തളർന്നു പോയി. എവിടെ ഇവിടത്തെ രാധമ്മ കണ്ടില്ലല്ലോ. ഇറങ്ങിപ്പോയാ ഇവിടെ നിന്നതാ? അത് തന്നെയാ. ആന്റിനെ ഞാൻ കണ്ടിട്ടില്ല. ആന്റി എവിടെയാ? ഫോണിൽ കൂടെ പറഞ്ഞേ കേട്ടിട്ടുള്ളൂ.
എവിടെയാ ആന്റി? കണ്ടില്ല ഞാൻ. എന്റെ അമ്മേ, ഇപ്പോഴെങ്കിലും ഈ രണ്ടെണ്ണം എന്നെ ഒന്ന് ഓർത്തല്ലോ. ആശ്വാസായി. ആഹാ, ആശ്വാസായെന്നോ? ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന കൊച്ചു കള്ളി. സുഖാണ് മോളെ രാധിക? സുഖാണോ? ചക്കര മുത്തൽ സുഖാണോ? ഓ എന്റെ പൊന്നു, ഒന്ന് വിടടാ പുല്ലേ. എനിക്ക് സുഖം തന്നെ, അവിടെ മാറിയെന്നേ. ഞാൻ ആ കൊച്ചിനൊന്ന് കാണട്ടെ. മക്കളെ മോളിങ് വാ. ആ ആന്റി. അയ്യോ എന്ത് സുന്ദരിയാ എന്റെ കുഞ്ഞ്. കറക്റ്റ് അവൾ മായ പോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. വളർന്നപ്പോ നീ ആളാകെ മാറിപ്പോയാലോ. എന്താ സുന്ദരിയാടി നീ. അയ്യോ ചക്കര മൊത്ത്. ഇപ്പോഴെന്റെ കൊച്ചിനെ കണ്ട സമാധാനായി. തള്ളേ നിർത്തിക്കോ, നിങ്ങൾ കണ്ണിൽ എന്താ അമ്പഴങ്ങി ഇരിക്കുന്നേ? ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ണ് എന്താ കുരുവോ തള്ളേ? കേട്ടാ മുക്കിട്ട് സോപ്പിടല്ലേ. ഇങ്ങോട്ട് നോക്കള്ളേ, ഇങ്ങോട്ട് അങ്ങോട്ട് ഇരിക്കണേ. ഇറങ്ങി പോടാ പുള്ളി. ആ വന്നേക്കുവാ. എന്റെ പിള്ളേരെ കാണാൻ സമ്മതിക്കാതെ നാളെ എനിക്ക്. മക്കളെ എല്ലാരും പോയി റെസ്റ്റ് എടുക്ക്. ആന്റി നിങ്ങൾ എന്നാ പോയി റെസ്റ്റ് എടുത്തിട്ട് വരാവേ. അനു വാ. നല്ല തലവേദന, ഒന്ന് കിടക്കാതെ ഇത് ശരിയാവും തോന്നുന്നില്ല. ഡേയ് നീ വരുന്നില്ലേ? അതോ ഇവിടെ കുറ്റി അടിച്ചോണ്ട് നിൽക്കാൻ പോകുന്നു? വരുന്നെങ്കിൽ വാടാ. ആ വരണം, എന്റെ പൊന്നാളി ഇട്ടിട്ട് പോവല്ലേ. ആ അപ്പൊ എന്റെ പൊന്നു കുക്കി, ഇതാണ് റൂം. എന്റെ റൂമാണ്. നിനക്ക് ഇവിടെ കിടക്കണമെങ്കിൽ കിടക്കാം, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രൈവസി വല്ല വേണമെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞ് താഴെ വേറെ റൂം സെറ്റ് ആക്കി തരാം. ഒന്ന് അടിച്ച് പോടി. ഒരു അടി വെച്ചിട്ടുണ്ടല്ലോ പ്രൈവസി. എനിക്ക് പ്രൈവസി ഒന്നും വേണ്ട. നിനക്ക് പ്രൈവസി വേണമെങ്കിൽ നീ വിട്ടോ. അമ്മ കൂടെ വേണ്ടായിരുന്നല്ലേ? ഈ പെങ്കൊച്ചിനോട് വന്നുകൂടായിരുന്നു. ആടി നമുക്ക് പിന്നെ ടൈമില്ലാന്നിട്ട് അവള് വരാത്തെ. നെക്സ്റ്റ് ടൈം ആവട്ടെ, നെക്സ്റ്റ് ടൈം അവളും കൂടെ വരാം. എന്തായാലും നീ ഒന്ന് റെസ്റ്റ് എടുക്ക്. ശരി ആടി, ഒന്ന് റെസ്റ്റ് എടുക്കാം. തല വെട്ടി പൊളയണ വേദന. വണ്ടി ഇത്രയും നേരം വന്നോണ്ട് ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ശരി എന്നാ. റെസ്റ്റ് എടുക്ക്. ഇതോ അതാണ് ബാത്റൂം. ശരി കിടന്നു. അമ്മേ എന്നാ തലവേദനയാ. ഇപ്പോഴാ ഒന്ന് സമാധാനായി. തന്നെ തേങ്ങിയ പേപ്പറോ? ഓ ഇതൊക്കെ ആരവിടെ കൊണ്ടിട്ടെങ്ങനെ പോറേ. ദാളിയാ ഇതാണ് റൂം. എൻ്റെ റൂമാണ്. നീ ഇവിടെ കിടന്നാൽ മതി. നിന്നെ ഒറ്റയ്ക്ക് നീ എന്തായാലും കിടക്കുമല്ലെന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് ഇവിടെ കിടന്നാൽ മതി. ഇതോ അവിടെ ബാത്റൂം ഉണ്ട്. ഒന്ന് പോളിയാ അണിച്ച്. നീ പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് നിന്റെ റൂമിലോട്ട് പറഞ്ഞത്. ഒന്ന് എണീറ്റ് പോയേ. പിന്നെ അളിയാ വേറൊരു കാര്യം. അളിയാ കുപ്പി എടുക്കണ്ടേ നമുക്ക്? വല്ലോ വിളിച്ച് പറയും കേട്ടോ. ഞാൻ മറ്റാ കഴിഞ്ഞാലും കുപ്പി എടുത്താൽ നീ മറന്നാ. ഇതിൻ്റെ നെഞ്ചത്തൂടെ എല്ലാം അവിടെ കയറത്. ഇറങ്ങി പോടാ. ഞാൻ താഴോട്ട് പോവാം. ഫ്രഷ് ആയിട്ട് താഴോട്ട് വാ നീ. ഓ ഇവൻ ഒരു നടക്കും പോകുന്ന ലക്ഷണം ഇല്ല. ശേ ഇവിടെ നിന്നിട്ട് എന്തിനാ ഫ്രഷ് ആവാൻ പോവല്ലാതെ. അമ്മ അനു ഇങ്ങോട്ട് വന്നിരുന്നോ? അവർക്ക് ആ ബെഡ്ഷീറ്റും അതൊക്കെ എടുത്ത് കൊടുക്കണ്ടേ? അവിടെ കണ്ടിരുന്നോ ഇങ്ങോട്ട്? അവളാ ഗാർഡനിൽ നിൽക്കുക. നീ അവളുടെ റൂമില് ആ ഷെൽഫിൽ ആ ബെഡ്ഷീറ്റിന് ഉണ്ടാവും. ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെല്ലി. ഓക്കെ മമ്മി, ഞാൻ പോയിട്ട് താവുന്നു. ചെല്ലി ഇങ്ങോട്ട് വന്നാ മതി. പോയിട്ട് അവിടെ അങ്ങ് പോവാതാ. ഓക്കെ ഡിയർ. എന്റെ ദൈവമേ, ഇതെന്തുവായി? അയ്യോ എന്റെ പൊന്നെ വാടച്ചേ. അയ്യോ എന്റെ പൊന്നധിക, സത്യമായിട്ട് ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ അനു ഇവിടെ ഇല്ലെന്ന് വിചാരിച്ച് ഞാൻ അറിഞ്ഞില്ല നീ ഈ റൂമിലാണെന്ന്. സോറിയുടെ ഞാൻ അറിയാതെ ചെയ്തത്. സോറി. സോറി ഞാൻ യു ക്യാരി ഓൺ. ഇങ്ങനെല്ലാം കണ്ടിട്ടുണ്ടാവും. കിട്ടും. ഞാനിനി എങ്ങനെ അയാളുടെ മുഖത്ത് നോക്കും? നാളെ പറഞ്ഞ എന്റെ ദേവിയെ, അതെന്തുവായിരുന്നു? നോക്കിയിട്ട് കേറിക്കൂടെ കൂട്ടാ. മോശം അവളെനിക്ക് എന്ത് വിചാരിച്ചിട്ടുണ്ടാവും. ഇവനെന്തിനാ ഒറ്റയ്ക്ക് ചിരിക്കുന്നത്? എടാ
കിളി പോയോ? എടാ എടാ എന്തുവാടാ മരമാക്കറി? നീ എന്തിനാ ഒറ്റയ്ക്ക് സ്വപ്നം കാണുന്നേ? എന്താ? ഓ എന്റെ പൊന്നു ഒന്നുമില്ല. തിന്നാതെ ഇറങ്ങി പോന്ന് നീ. ഇപ്പൊ കുളിക്കാൻ നോക്ക്. ഇവനെന്താ തലക്ക് സുഖമില്ലേ? എടാ നീ എന്നാത്തിനാണ് വിയർക്കുന്നേ? ഞാൻ വിയർക്കുന്നേന്നില്ല. നിനക്ക് പലതും തോന്നും. നീ ഒന്ന് പോയടാ, പോയി ഫ്രഷ് ആവാൻ നോക്ക്. ആ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങ് പോടാ പുല്ലേ. ഓ ഇവനൊക്കെ ഏത് എന്ന് പറയാൻ പാടില്ല. അങ്കിള് പാവായിപ്പോയി. എന്റെ ഭാവി അളിയാ, എന്റെ ഭഗവാനെ. ആ ഹലോ അനു, നീ വേഗം വെളിയിലേക്ക് വന്നേ. എന്തിനാ വെളിയിൽ എന്തിനോട്ടാ വരുന്നേ? ഇടി വേഗം വെളിയിലോട്ട് പാടി. എനിക്ക് അലയ്ക്കാൻ പറ്റൂല. ഞാൻ നിന്റെ ചേട്ടൻ്റെ അടുത്താണ് കിടക്കുന്നത്. വേഗം വെളിയില്ല. ആ ഗാർഡൻ്റെ അങ്ങോട്ട് വേഗം വാ. ഒരു അത്യാവശ്യ കാര്യം പറയാനാ. നീ വേഗം ഇറങ്ങി വാ. അവൾ എണിക്കുന്ന മുമ്പേ ഒന്ന് ഓടി ഇറങ്ങി. ഒന്ന് വേഗം വന്നാ മതിയെന്ന്. ഹോ അമ്മേ, അയ്യോ എൻ്റെ അളിയ ഉറങ്ങും നോക്കി. സോറിയുടെ മയ്യളിയ, നീ എൻ്റെ അടുത്ത് ക്ഷമിക്ക്. നീ ഇതറിയും എൻ്റെ നെഞ്ചിൽ കൂടെ നീ കത്തി കയറ്റി. എന്നാലും കുഴപ്പമില്ല. സോ അർജന്റ് ആയിപ്പോണ്ടാണ്. എൻ്റെ പൊന്നുമോ ഉറങ്ങിക്കും. ഓ ഇവളത് ഏത് റൂമിലാണ്? ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇറങ്ങി. ഓ മിണ്ടല്ലേ, ഞാൻ നിന്നെ തൊഴുവാ. മിണ്ടാക്കിയിട്ട് നിങ്ങളായിരുന്നു പേടിപ്പിച്ചറിഞ്ഞ മനുഷ്യന്. നിങ്ങൾക്ക് എന്താ തലക്ക് സ്ഥിരതയില്ലേ? രാത്രി നിന്നാത്തിനെ ഇവിടെ വിളിച്ച് അതുപോട്ടെ. എന്തായി? നിനക്ക് വല്ലതും കിട്ടിയോ? എടി പൊന്നാല മോളെ, ഞാൻ വല്ലോം പിടിച്ച് പറയും കേട്ടാ. എടി അവിടെ എന്നെ കൊന്നിടി. എന്റെ ദൈവമേ, ഇന്നലെ എനിക്ക് നിന്റെ പെണ്ണ് കാണാലെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ 100 വട്ടം വിളിച്ച്. അവൾ എടുത്തതുമില്ല. ഞാൻ ചെന്ന് രാത്രി പെട്ടത് അവളെ മുന്നിൽ. അവൾ എന്നെ ഇടിച്ച് പപ്പടാക്കി കളഞ്ഞ്. എന്റെ ഭഗം, കിട്ടാനുള്ളതെല്ലാം കിട്ടി. ഇന്നലെ എന്തായാലും എന്നെ ഇന്നലെ പൊക്കിയവള്. ഞാൻ നിങ്ങളോട് പറഞ്ഞ് എനിക്കും കിട്ടുമല്ലോ. അതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല. ഞാൻ അന്നേ പറഞ്ഞല്ലോ അവരോട് പറയാൻ. കേട്ടില്ലല്ലോ. ഇനി അടുത്ത ഏട്ടന്റെ അവർക്ക് കിട്ടും. നന്നായിരിക്കും. അത് പിന്നുള്ള കാര്യമില്ലേ. ഇപ്പൊ ഇത്രയും അടുത്ത് നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടാതെ ഞാൻ എങ്ങനെയാ പോകുന്നേ? അല്ലേ? ആ ഇടിയുടെ വേദനയൊക്കെ മാറ്റിത്തരാൻ എനിക്കൊക്കെ നിന്നെ കൊണ്ടേ കഴിയും. അല്ലേ? ഈ മനുഷ്യൻ ഇറങ്ങി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ നാണോ മോനോന്നില്ലേ? അയ്യോ എന്റെ ചക്കര എന്താ ബ്ലഷ് അടിക്കുകയാണ്. ബ്ലഷ് അടിച്ച അവള് മരിക്കും. കടിച്ച് തിന്നാൻ തോന്നുന്നു എനിക്ക്. തിന്ന എവിടെ പോവാ? ആര് കാണും? ഇവിടെ ആരും ഇല്ലല്ലോ. എന്തെന്തായാലും കുഴപ്പം. പേടിയാന്നോ? ഒച്ചുണ്ടാക്കി. അതൊക്കെ നേരെ എടുക്കുന്ന നിൽക്കണ്ട. ആരെങ്കിലും കാണും. ലവ് യു. ഓക്കെ, ലവ് യു. ശരി ബൈ.
എന്റെ അമ്മേ, ഇവളെന്തോ കണ്ടാവോ എന്തോ. ആടി കണ്ട്, ഞാൻ കണ്ട്. എവിടെയായിരുന്നു ഈ രാത്രി നീ? എങ്ങോട്ട് ഓടിയതാ? എന്നെ ഉറങ്ങി കിടത്തിയിട്ട് നീ പാതിരാത്രി എവിടെ പോയതാ? അത് പിന്നെ ഞാൻ ഒന്ന് വെളിയില് പെട്ടെന്നൊരു മുള്ളല് തോന്നി, അങ്ങനെ വെളിയിൽ പോയതാ. ഈ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, എന്നിട്ടാണ് നീ മുള്ളാൻ പോയത്. ദൈവത്തിനാണ് കല്യാണം കഴിയുമ്പോൾ എന്നെ ആൻറ്റി ആക്കുന്നത്, എൻ്റെ അപേക്ഷയാണ്. പോടി അവിടെ നിന്ന് കണ്ടുപിടിച്ച് കൊച്ചുകളി. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് കിടന്നോട്ടെ. മതി പോയി കിടന്ന് ഉറങ്ങും.